മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. കൈവിഷം എന്ന് പലരും കേട്ടിരിക്കും. ഒരുപാട് എന്നാൽ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് ചെല്ലുന്ന വസ്തുക്കൾ എല്ലാം തന്നെ നിശ്ചിത മണിക്കൂറുകൾക്കകം ദഹിക്കും. അതാണ് ആമാശയത്തിന്റെ ഘടന. പിന്നെ എങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾക്കു മുൻപ് വയറ്റിൽ ചെന്നത് ഇപ്പോഴും അവിടെ കിടക്കുന്നു? ഇത്തരം തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. ആഹാരത്തിലൂടെ കൈവിഷം ഉള്ളിൽ ചെന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. പൊതുവെ ക്ഷീണവും അലസതയും ഉണ്ടാകും. ജോലി ചെയ്യാൻ മടി തോന്നും. ഉറക്കക്കുറവ് ഉണ്ടാകും. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇങ്ങനെ ഉള്ളിൽ ചെന്ന കൈവിഷം നിർവീര്യമാക്കുന്നതിനും ആ വ്യക്തി സുഖപ്പെടുകയും ചെയ്യുന്നതിന് പണ്ടുകാലത്ത് ചെയ്തിരുന്ന ഒരു വിദ്യ പറയാം. ഇത് വളരെ പ്രയോജനമുള്ളതാണ്. മാത്രവുമല്ല, കൈവിഷ്യത്തിന് പരിഹാരമായി ഇത് മാത്രമേ ഉള്ളതാനും. ഛർദ്ദിച്ചു കളയുക എന്ന രീതിയൊന്നും ശരിയായിട്ടുള്ളതല്ല. പണ്ട് വയറ്റിൽ ചെന്നത് ഇപ്പോൾ എങ്ങനെ ഛർദ്ദിക്കും? നിങ്ങൾ ഈ വിദ്യ മാത്രം ചെയ്താൽ സുഖപ്പെടും. ഒരു ഗ്ലാസ് മോരിൽ അല്പം ഇഞ്ചി അരച്ച് ചേർത്ത് 11 ദിവസം അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കുക. എത്ര പഴക്കമുള്ള കൈവിഷവും മാറും. ഇത് ചെയ്തു തുടങ്ങുന്ന അന്ന് മുതൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പ് തലഭാഗത്ത് വെക്കണം. പണ്ട് കാലം മുതൽ ചെയ്തിരുന്ന ഈ വിദ്യ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.